ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അരിപ്പപ്പടമാണ്. പച്ചരി വെള്ളത്തിലിട്ട് വെക്കണം. പിന്നെ അത് എത്ര വേണം ചേച്ചി? ഒരു ഗ്ലാസ് നമുക്ക് ആവശ്യത്തിന് എടുക്കാം. ഇപ്പം നമ്മൾ ഇട്ടത് ഒരു ഗ്ലാസ് പച്ചരി. പിന്നെ പച്ചമുളക്, അതിന് വേണ്ടത് കായപ്പൊടി, എള്ള്, ഉപ്പ് ആവശ്യത്തിന് അപ്പം ഇടുക. കുറേ നേരമൊന്നും പച്ചരി വെള്ളത്തിലിട്ട് വെക്കണ്ട, ഒരു അരമണിക്കൂർ അല്ലേ? ഇത് വേഗം കുതിരുമല്ലോ. ഇത് നമുക്ക് അരച്ചെടുക്കാം. ഇത് നമ്മുടെ പാലക്കാടൻ ആണല്ലേ ചേച്ചി? പാലക്കാട് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അതെ, എവിടെ കണ്ടിട്ടുള്ളൂ. അതെ. അരി, പച്ചമുളക്, പിന്നെ ഉപ്പ്, കായം. കൂടുതലുണ്ടെങ്കിൽ അപ്പം നമ്മൾ എങ്ങനെയാ ചെയ്യുക ചേച്ചി? അത് കട്ടയാണെങ്കിൽ വെള്ളത്തിലിടും. അതല്ല, അരി വേറെ അരയ്ക്കും, മുളക് വേറെ അരയ്ക്കും, പിന്നെ കായപ്പൊടി ഇടും. കായം വറുത്ത് പൊടിച്ചു കൊടുക്കാലോ? വറുത്തൊന്നും വേണ്ട, പച്ചക്കായ. ഈ പൊടി കായം തന്നെ ഉപയോഗിച്ചാൽ മതി അല്ലേ? കട്ടയാണെങ്കിലും വെള്ളത്തിലിട്ടിട്ട് ഉപയോഗിക്കാം. നമ്മൾ അലിയിച്ചിട്ടേ. കട്ടക്കായ ആണെങ്കിൽ വെള്ളത്തിലിട്ട് അലിയിച്ച് ഉപയോഗിക്കാം. ഇതങ്ങനെ അധികം ആരും കണ്ടിട്ടുണ്ടാവില്ല, ഈ അരിപ്പപ്പടം ഉണ്ടാക്കുന്നത്. അതിനൊരു പ്രത്യേക അച്ചൊക്കെ ഉണ്ട്. ഇത് എടുത്തിട്ട് അരയ്ക്കണം. ഒരു മിനിറ്റ് ചേച്ചി, ഇത് കണ്ട, ഇതാണ് അരിപ്പപ്പടം ഉണ്ടാക്കുന്നതിൻ്റെ അച്ചാണിത്. കണ്ട, ഇതിലാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ കാണാം നമുക്ക്. അരി അരച്ചത് നല്ലപോലെ അരയ്ക്കണം. നല്ലതായിട്ട് അരയ്ക്കണം അല്ലേ? നന്നായി. ആവശ്യത്തിന് വെള്ളം. കൂടുതലാകാനും പറ്റില്ല, കുറയാനും പറ്റില്ല. ദോശമാവിന്റെ ഒരു ദോശമാവിന്റെ ഒക്കെ പരുവത്തിൽ അരച്ചെടുക്കാം. എള്ള് കഴുകി അരച്ചത്. ഇതാണ് പാകം. ഉപ്പും ഇട്ടു. ഇനി ഒന്നും ഇടാനില്ല, എല്ലാം ഇട്ടു. നമ്മൾ അടുപ്പ് കത്തിച്ചു, ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചു. അതിങ്ങനെ പരത്തണം അല്ലേ? മാവ് ഇങ്ങനെ വട്ടത്തിൽ പരത്തണം. കണ്ട, ഇങ്ങനെ പരത്തി. ഒഴുകില്ല അല്ലേ? ഇങ്ങനെ ഇരിക്കും. ഇവിടെ വെക്കട്ടെ? അതിന്റെ താഴെ. ഇങ്ങനെ പരത്തണം. വലിയ പപ്പടം വേണമെങ്കിൽ വലുതാക്കി പരത്താം അല്ലേ? ഇത് കാണാത്ത ഇഷ്ടം പോലെ പേരുണ്ടാവും ചേച്ചി. അതുണ്ടാവും. നമ്മുടെ ഇവിടത്തെ ഒരു സാധനമല്ലേ, പാലക്കാടൻ സാധനം, പാലക്കാടൻ പലഹാരം. പപ്പടം. പപ്പടം. ഇപ്പൊ കുറച്ച് മാവ് എടുക്കുമ്പോ തന്നെ നമുക്ക് കുറെ എണ്ണം ഉണ്ടാക്കാനുണ്ടാവും അല്ലേ? കുറെ എണ്ണം ഉണ്ടാക്കാനുണ്ട്. എത്ര ചില എടുക്കുള്ളൂ? ഒരു തട്ടില് 6 എണ്ണം. ആവി വെച്ചിട്ട് കാണാം. അതിലേക്ക് വെക്കണം. ആവി കയറ്റി എടുക്കുക അല്ലേ? കുറച്ച് സമയം മതിയാ? കുറച്ച് സമയം മതി. അപ്പോഴേക്കും നമ്മൾ ഇത് എണ്ണ തേച്ച് വെക്കും. ഇത് ഇനിയും നമ്മൾ 6 എണ്ണം വെച്ചു, ഇനി 6 എണ്ണം കൂടെ ഉണ്ട്. അതിൽ തേച്ച് വെച്ചതാവുമ്പോഴേക്കും നമുക്ക് അടുത്തത് തേക്കാം. അപ്പൊ നമ്മൾ ഒരു സെറ്റ് വാങ്ങുമ്പോ ഇത് 12 എണ്ണം വേണം പറഞ്ഞു മേടിക്കും. അങ്ങനെ. നമ്മ 12 എണ്ണം വേണം പറയും. എന്നാലേ നമുക്ക് ഒന്ന് എടുക്കുമ്പോഴേക്കും ഒന്ന് തേക്കാൻ വെക്കാൻ പറ്റുള്ളൂ. ഇതിലെല്ലാം എണ്ണ തേച്ച് വെക്കാം അല്ലേ? ഈ സാധനം കൊള്ളാല്ലേ? നല്ല ആലില പോലെ. ആയല്ലേ? ആയി. ഇതിലേക്ക് ഇട്ടു. അപ്പൊ ഒട്ടുമില്ല അല്ലേ? ആയി. ഇനി നമുക്ക് വേറെ തേച്ച് വെക്കാം. ആയ. അപ്പൊ ഇങ്ങനെ
എന്താണ് ഇങ്ങനെ ഇരിക്കും, ആ ആ ഒട്ടില്ല. ഇനി അടുത്ത സെറ്റ്. ഇനി അടുത്തത് വെക്കുകയാണ്. ഇനി അത് വേവട്ടെ. ഇങ്ങനെ എടുക്കണം അല്ലേ? അങ്ങനെ എടുക്കണം. നന്നായി വെന്തില്ലെങ്കിൽ ഇങ്ങനെ എടുക്കാൻ കിട്ടില്ല ആ അല്ലേ? ആ നന്നായി വെന്തില്ല പറഞ്ഞാൽ പൊട്ടിപ്പോകും. പപ്പടം ഉണങ്ങാൻ ഇടണം. ഉണങ്ങിയിട്ട് വറക്കാം. ഒന്ന് മറിച്ചിടാം കുറേ കഴിഞ്ഞിട്ട്. നല്ല വെയിലാണെങ്കിൽ വേഗം വേഗം ആവും. വേഗമാണ്. നല്ല വെയിലുണ്ട്, വേഗം ഉണങ്ങട്ടെ. ഇനി ആയി, ഈ പപ്പടമായി. അടുത്ത ട്രിപ്പ് എടുക്കണം. എല്ലാം ഗുണമുള്ള സാധനങ്ങളുമാണ്. അതെ, നമുക്ക് ഉണ്ടാക്കി കുറേ എടുത്ത് വെക്കാമല്ലോ. കുറേ ഉണ്ടാക്കിയിട്ട് ടിന്നിലാക്കി വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇത് വറക്കാം. അതെ, ചോറ്റിൻ്റെ കൂടെ കഴിക്കാനും വെറുതെ കഴിക്കാനും. കൊള്ളാം. എളുപ്പമായിട്ട് ഉണ്ടാക്കാം. ഈ സാധനം വേണമെന്ന് മാത്രം. ഈ ആലില പോലത്തെ. അയ്യോ, അതില് വീണു ചേച്ചി. അയ്യോ. സ്പൂണ് നല്ല സ്പൂണ്, ചെരട്ടൻ്റെ. കുട്ടികൾക്ക് പ്രത്യേകം ഇത് നല്ല ഇഷ്ടമാണ്. പപ്പടം അല്ലേ? എല്ലാ കുട്ടികൾക്കും പപ്പടം ഇഷ്ടമാണല്ലോ. അപ്പൊ ഈ പപ്പടം ആവുമ്പോ കുഴപ്പമില്ല. അതെ, അരിപ്പപ്പടം ആകുമ്പോ പിന്നെ വേറെ എള്ളും അരിയും അത് നല്ലതല്ലേ. വെയിലുണ്ട്. നമുക്ക് ഇത്ര വെയിൽ മതിയല്ലോ, കുറച്ച് നേരം കൊണ്ട് ഉണങ്ങി കിട്ടില്ലേ? കൊണ്ടാട്ടം പോലെ. അപ്പൊ ഇത്ര പണിയുണ്ട് പപ്പടം ഉണ്ടാക്കാൻ. ഉണങ്ങട്ടെ അല്ലേ? ഇനിയും ഉണ്ടല്ലോ നമുക്ക് ഉണക്കാനിടാൻ അല്ലേ? ഇനി നമുക്ക് വറക്കണത് കാണിക്കാം. ഇങ്ങനെ മറിച്ചിടുന്നാല്. അപ്പൊ ഇതിന്റെ തട്ടൊക്കെ വാങ്ങി എല്ലാവരും ഉണ്ടാക്കി നോക്കുക അല്ലേ ചേച്ചി? എല്ലാവരും ഉണ്ടാക്കിക്കോട്ടെ, നല്ലതല്ലേ. അതെ, അന്ന് ഉണ്ടാക്കിയില്ലെങ്കിലും ഈ തട്ടൊന്നും എല്ലാവരും വാങ്ങി വെക്കും. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ഒരു സാധനം. ഇതിനി ഉണങ്ങി വരുമ്പോ കട്ടിയാവും അല്ലേ? നല്ല സ്റ്റിഫായി ബലത്തിലിരിക്കും. പപ്പടം ഉണങ്ങിയത് ഇങ്ങനെ ഇരിക്കും. ഉണങ്ങിയ കുറച്ച് പപ്പടം നമുക്ക് വറുത്ത് നോക്കാം. ഇങ്ങനെ ഇരിക്കും ഉണങ്ങിയാൽ കേട്ടോ, കണ്ട ഇതുപോലെ ഇരിക്കും. ഇനി ഇതൊന്ന് വറുത്ത് നോക്കാം. എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായിട്ടിടണം അല്ലേ? അങ്ങനെ ആക്കണം. ഓ, അങ്ങനെ ആക്കണം. ഓ, അങ്ങനെയാണ് പപ്പടം വരെ. അങ്ങോട്ട് വിരിഞ്ഞ് വരുന്നല്ലേ? അങ്ങനെയാണ് അരിപ്പപ്പടം.
എണ്ണയിൽ മുങ്ങണം അല്ലേ? അങ്ങനെ അതല്ലെങ്കിൽ കുമ്പിള് പോലെ വരുമ്പോഴത്തേന് ഞാൻ അങ്ങനെ ചട്ടാൻ കൊണ്ടാക്കും. അതിടുമ്പോഴേക്കും അങ്ങനെ അത് വലുതായി. അപ്പോൾ എല്ലാവരും ആ തട്ടൊന്ന് വാങ്ങി ഈ പപ്പടം ഒന്ന് ഉണ്ടാക്കി നോക്കും. കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാം, നല്ലതാണ്. അപ്പോൾ ഓക്കെ, ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. അരിപ്പപ്പടം പൂവല്ലേ ഇരിക്കണ്ടല്ലേ? കാണാനും ഭംഗിയുണ്ട്, ഭംഗിയുണ്ട്, കഴിക്കാനും നന്നായിട്ട്. ഇതാണ് നമ്മുടെ അരിപ്പപ്പടം. നല്ല രസമുണ്ട്, നല്ലതാ. പിന്നെ കുറച്ചുണ്ടാക്കി എടുത്ത് വെച്ചാൽ മഴക്കാലത്തേക്ക് നല്ലതാണ്. നമ്മൾ ഇടയ്ക്ക് വീട്ടിലുണ്ടാക്കിയതാണെന്നൊന്നും ഇത് കഴിക്കുമ്പോൾ പറയില്ല കേട്ടാ. നല്ല രസം.